ഫസ്റ്റ് ഇയർ VHSCയുടെ ഒരു പേപ്പറാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതിൽ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉപഭോക്താക്കളുമായി ഇടപഴകുന്നതിൽ സംരംഭകൻ്റെ കഴിവ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. കോമ്പിറ്റൻസി ഓഫ് ദ എൻ്റർപ്രണർ ഇൻ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കളുമായിട്ട് ഇടപഴകുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് വികസിപ്പിക്കുന്നതിന് എന്തൊക്കെ വേണം? ഫസ്റ്റ് വരുന്നത് ഫെയർ ആൻഡ് ഫ്രണ്ട്ലി ഡീലിങ്സ്, അതായത് സൗഹൃദപരമായിട്ടുള്ള ന്യായപരമായിട്ടുള്ള ഇടപാടുകൾ, കൃത്രിമം കാണിക്കാത്ത തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഇടപാടുകൾ ഒരു സംരംഭകന് വേണം. ദ എൻ്റർപ്രണർ മസ്റ്റ് ട്രീറ്റ് ദ കസ്റ്റമേഴ്സ് ഇൻ എ ഫ്രണ്ട്ലി മാനർ. She should not adopt unfair and unethical trade practices. സംരംഭകന് ഉപഭോക്താക്കളോട് സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ പെരുമാറണം. ന്യായമായ രീതിയിലുള്ള വ്യാപാര സമ്പ്രദായങ്ങളാണ് ഒരു സംരംഭകന് നടത്തേണ്ടത്. അനീതിപരമായ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപാടുകളും ഒരു സംരംഭകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഗീവ് പ്രയോറിറ്റി ഫോർ കസ്റ്റമേഴ്സ് നീഡ്സ്. ഉപഭോക്തൃ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? മുൻഗണന നൽകണം. The entrepreneur must act as a guide in selecting articles to suit the customer requirements. ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലകൾ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള രീതികൾ തിരഞ്ഞെടുക്കുന്നതിൽ സംരംഭകന് ഒരു വഴികാട്ടിയായിരിക്കണം. The entrepreneur must act as a guide in selecting articles to suit the customer requirements. അതായത് ഒരു ഉപഭോക്താവിൻ്റെ ആവശ്യത്തിന് അനുയോജ്യമായ തരത്തിലുള്ള രീതികളായിരിക്കണം സംരംഭകന് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് സംരംഭകൻ ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കണം. പേഷ്യൻസ് ആൻഡ് പൊളൈറ്റ്നെസ്, ക്ഷമയും മര്യാദയും ആവശ്യമാണ്. The entrepreneur should not lose his temper but give a patient hearing to the complaints of the customers. He must treat the customer as his benefactor. അപ്പോൾ സംരംഭകന് കോപത്തിന് അടിമപ്പെടാതെ ഉപഭോക്താക്കളുടെ പരാതികൾ ക്ഷമയോടെ കേൾക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഉപഭോക്താവിനെ തൻ്റെ ഗുണഭോക്താവായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? പേഷ്യൻസ് ആൻഡ് പൊളൈറ്റ്നെസ്, ക്ഷമയും മര്യാദയും. നെക്സ്റ്റ് വരുന്നത് ട്രൈ ടു വിൻ പബ്ലിക് സപ്പോർട്ട്. പൊതുജന പിന്തുണ നേടാൻ ശ്രമിക്കുക. എൻ്റർപ്രണർ മസ്റ്റ് ട്രൈ ടു ഹാവ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ പബ്ലിക്. സിമ്പിൾ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ്സ്, ഫെസ്റ്റിവൽ പ്രസൻസ്, ഗ്രീറ്റിംഗ് കാർഡ് മേ ബി സെൻഡ് ടു ദ കസ്റ്റമേഴ്സ് ആസ് സർപ്രൈസ് ഗിഫ്റ്റ്സ്. അതായത് പൊതുജനങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സംരംഭകന് ശ്രമിച്ചിരിക്കണം. ലളിതമായ കോംപ്ലിമെൻ്ററി സമ്മാനങ്ങൾ, ഉത്സവ സമ്മാനങ്ങൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ ഇവ ഉപഭോക്താക്കൾക്ക് സർപ്രൈസ് സമ്മാനങ്ങളായിട്ട് നൽകണം. പൊതുജന പിന്തുണ നേടാൻ വേണ്ടി ഇത്തരത്തിലെല്ലാം എൻ്റർപ്രണർ ശ്രമിച്ചിരിക്കണം. ഉപഭോക്താക്കളുമായി ഇടപഴകുന്ന സമയത്ത് ഒരു സംരംഭകൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ഏതൊക്കെയാണ്? ഫെയർ ആൻഡ് ഫ്രണ്ട്ലി ഡീലിങ്സ്, ന്യായപരവും സൗഹാർദ്ദപരവുമായിട്ടുള്ള ഇടപാടുകളായിരിക്കണം ഒരു സംരംഭകന് മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത് എന്താ പറഞ്ഞത്? ഗിവ് പ്രയോറിറ്റി ഫോർ കസ്റ്റമർ നീഡ്സ്. ഉപഭോക്തൃ ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? മുൻഗണന നൽകണം. മറ്റൊന്നെന്താണ്? പേഷ്യൻസ് ആൻഡ് പൊളൈറ്റ്നെസ്, ക്ഷമയും മര്യാദയും ഉണ്ടായിരിക്കണം. ട്രൈ ടു വിൻ പബ്ലിക് സപ്പോർട്ട്, പൊതുജന പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കണം. നെക്സ്റ്റ്, കോമ്പിറ്റൻസി ഓഫ് ദ എൻ്റർപ്രണർ ഇൻ ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ സംരംഭകൻ്റെ കഴിവ് എന്താണ്? എന്തായിരിക്കാം? ദ ഏരിയാസ് വേർ ദ എൻ്റർപ്രണർ മസ്റ്റ് ഷോ കോമ്പിറ്റൻസി ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആർ. കഴിവ്, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾക്കുള്ള കഴിവ് ഏതെല്ലാം മേഖലയിലാണ് സംരംഭകൻ കാണിക്കേണ്ടത്? ഏതൊക്കെയാണവ? സപ്ലൈ ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ, അതായത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ ന്യായമായിട്ടുള്ള വിതരണം. നെക്സ്റ്റ്, അവോയ്ഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. സാമൂഹിക വിരുദ്ധവും അന്യായവുമായ വ്യാപാര രീതികൾ ഒഴിവാക്കണം. ദെൻ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. ജീവനക്കാരുടെ ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള
എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആര് കൊണ്ടുവരണം? സംരംഭകന് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് സാമൂഹിക ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഒരു സംരംഭകൻ്റെ റോൾ എന്താണ്? ഏതാണ്? സപ്ലൈ ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ്, അവോയ്ഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതായത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ ന്യായമായ വിതരണം ഉണ്ടായിരിക്കണം. നല്ല ഉൽപ്പന്നങ്ങൾ മാത്രമേ വിപണിയിൽ എത്തിക്കാൻ പാടുള്ളൂ. സാമൂഹിക വിരുദ്ധവും അന്യായവുമായ വ്യാപാര രീതികൾ ഇല്ലാതാക്കണം. ദെൻ എന്താ പറഞ്ഞത്? ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് തൊഴിൽ സംരംഭങ്ങൾ, തൊഴിലവസരങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. നെക്സ്റ്റ്, എൻ്റർപ്രണറിയൽ വാല്യൂസ്, സംരംഭക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Entrepreneurial values are prerequisites for entrepreneurial behavior. They include creativity, risk-taking, innovation, achievement-oriented ambition and independence. സംരംഭകത്വ സ്വഭാവത്തിന് സംരംഭക മൂല്യങ്ങൾ മുൻ വ്യവസ്ഥകളാണ്. അവയിൽ, അതായത് സംരംഭക സ്വഭാവത്തിന് എന്ത് വേണം? സംരംഭക മൂല്യങ്ങൾ വേണം. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? സർഗാത്മകത, റിസ്ക് ഏറ്റെടുക്കൽ, നവീകരണം, നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ രീതികൾ കൊണ്ടുവരിക, പുതിയ ആഗ്രഹങ്ങൾ, സ്വതന്ത്രമായിട്ട് അവയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കഴിവ്, ഇതെല്ലാം തന്നെ ഒരു എൻ്റർപ്രണറുടെ കഴിവാണ്. ഈ വാല്യൂസ് ഒക്കെ തന്നെ എന്ത് ചെയ്യണം? ഒരു എൻ്റർപ്രണർഷിപ്പ് വളർത്തിക്കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ ഒരു സംരംഭകത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ്. എൻ്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡ്, അതായത് സംരംഭകത്വ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? Entrepreneurial attitudes refers to a mindset characterized by a willingness to take a risk and the ability to recognize opportunities for innovation and new activities. സംരംഭകത്വ മനോഭാവം എന്ന് പറഞ്ഞാൽ അപകട സാധ്യതകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, നവീകരണത്തിനും പുതിയ പ്രവർത്തനങ്ങൾക്കുമുള്ള അവസരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, ഇതെല്ലാം തന്നെ ഒരു സംരംഭകത്വ മനോഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി എന്താണ് ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ? ലൈഫ് സ്കിൽ ആർ എബിലിറ്റീസ് ടു അഡ്ജസ്റ്റ് ടു ചേഞ്ചിങ് സിറ്റുവേഷൻ ഇൻ എ പോസിറ്റീവ് മാനർ. ജീവിത നൈപുണ്യങ്ങൾ എന്നത് മാറുന്ന സാഹചര്യങ്ങളുമായി പോസിറ്റീവായി ക്രമീകരിക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ കോർ ലൈഫ് സ്കിൽ ആർ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലുകൾ? സെൽഫ് അവെയർനെസ്, സ്വയം അവബോധം, എംപതി, സഹാനുഭൂതി, ക്രിയേറ്റീവ് തിങ്കിങ്, അതായത് ക്രിയാത്മകമായിട്ടുള്ള ചിന്താശേഷി, ക്രിട്ടിക്കൽ തിങ്കിങ്, എന്ത് കാര്യത്തെയും നമ്മൾ അപ്പടി സ്വീകരിക്കാതെ അതിനെ വിമർശനാത്മകമായി വിലയിരുത്താനുള്ള ഒരു കഴിവ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായ ആശയവിനിമയം, ഡിസിഷൻ മേക്കിംഗ്, ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിങ്, പ്രശ്നം പരിഹരിക്കുക. ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ബിസിനസ്, ദ എൻ്റർപ്രണർ ഷുഡ് പൊസസ്സസ് ദ ഫോളോയിങ് ലൈഫ് സ്കിൽസ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ സംരംഭകന്, ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഒരു സംരംഭകന് എന്തെല്ലാം ജീവിത വൈദഗ്ധ്യങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. മാനേജിങ് സെൽഫ് ആൻഡ് അതേഴ്സ്, സ്വന്തത്തെ തന്നെയും മറ്റുള്ളവരെയും നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനുമുള്ള കഴിവ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവായുള്ള മനോഭാവം. ക്രിയേറ്റിവിറ്റി, സർഗാത്മകത. ടീം ബിൽഡിംഗ്, ഒരു കൂട്ടം ആളുകളെ ബിൽഡ് ചെയ്യാൻ, തൻ്റെ സംരംഭത്തിൻ്റെ കീഴിൽ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ദെൻ മോട്ടിവേഷൻ, പ്രചോദനം. ഇതെല്ലാം എന്താണ്? സംരംഭകൻ്റെ കഴിവുകളാണ്. ദെൻ മോട്ടിവേഷൻ. Motivation is a process of stimulating employees to perform the work in the organization. അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഉത്തേജിപ്പിക്കുന്ന പ്രക്രിയ. അതായത് അവർ നിരന്തരം ഈ പ്രവൃത്തികളിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന രീതിയിൽ അവരെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. ആ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അൺസാറ്റിസ്ഫൈഡ് നീഡ്സ്, ടെൻഷൻ, ഡ്രൈവ്, സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. അതായത് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അതൃപ്തികരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, അൺസാറ്റിസ്ഫൈഡ് ആയ നീഡ്സ് ഉണ്ടാവും. അതായത് ഒരിക്കലും അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും.
ടെൻഷൻസ് ഉണ്ടാവും. അതുപോലെ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകും. ഇതിൽ നിന്നൊക്കെ അവരെ മുക്തരാക്കി അവരെ നീഡ്സിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് അവർ ടെൻഷനൊക്കെ റിഡക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, ടെൻഷനൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഒരു നല്ല മോട്ടിവേറ്റർ ആയിട്ടുള്ള ഒരു എൻ്റർപ്രണർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ദെൻ മോട്ടിവേഷൻ തിയറീസ്, എന്തൊക്കെയാണ് പ്രചോദന സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.